നോർത്ത് പറവൂർ സെന്റ് പോൾസ് LP സ്കൂളിൽ പഠിച്ചുപോയവരും പഠിപ്പിച്ചവരും തറവാട് സ്കൂളിൽ സംഗമിച്ചു. പറവൂർ നഗരസഭ വൈസ് ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ MJ രാജു സംഗമം ഉദ്ഘാടനം ചെയ്തു. 100 വർഷങ്ങൾ പിന്നിട്ട് അതിൻ്റെ ശതാബ്ദി, ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷിച്ചു സെന്റ് പോൾസ്. ഈ അക്ഷരമുത്തശ്ശിയുടെ ഈ പ്രൗഢഗംഭീരമായ അക്ഷരത്തിൻ്റെ വിടനിലം, ഇതിൻ്റെ ഈ തനിമ നിലനിർത്താനും അതോടൊപ്പം തന്നെ വിനോദ് ഉൾപ്പെടെ ഇപ്പോഴത്തെ അധ്യാപകരും പൂർവിക അധ്യാപകരും ഉദ്ദേശിക്കുന്നത് വിഷൻ 2030. ഇങ്ങനെ ഇത്രയും ചരിത്ര പ്രസിദ്ധമായ ഒട്ടേറെ പ്രഗത്ഭരെ അക്ഷരത്തിൻ്റെ പൊൻവിളിച്ചം നൽകി ഡോക്ടർമാരും വക്കീലന്മാരും സമൂഹത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വിരാജിക്കുന്ന ഒട്ടേറെ ആളുകളെ സംഭാവന ചെയ്ത സ്കൂൾ. ഈ സ്കൂളിൻ്റെ ഗതകാല സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ 2030 വരുമ്പോൾ ഇതിനുണ്ടാകേണ്ട മാറ്റങ്ങൾ, ഈ സ്കൂളിനുണ്ടാകേണ്ട സർവ്വതോന്മുഖമായ വളർച്ച, ഈ സ്കൂളിനുണ്ടാകുന്ന സർവ്വതോന്മുഖമായ വളർച്ച എന്ന് പറയുമ്പോൾ അതെൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയുമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ അക്ഷരമുത്തശ്ശിയുടെ ഈ കളിമുറ്റത്ത് ആദ്യാക്ഷരം കുറിച്ചാണ് ഞാൻ മുൻപോട്ട്. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസ് പുതിയടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. എത്രായിരം 108 വർഷം കൊണ്ട് ഓരോ വർഷവും 50 കുട്ടികൾ വെച്ച് വന്നാൽ തന്നെ എത്ര ലക്ഷം കുട്ടികൾ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത്രയേറെ മാതൃത്വം പേറുന്ന ഒരു ഗൃഹമാണ്, അല്ലെങ്കിൽ ഒരു ഭവനമാണ് ഈ വിദ്യാലയം. അങ്ങനെ ഈ വിദ്യാലയത്തിലൂടെ തലമുറകൾ കടന്നുപോയി, ഒത്തിരിയേറെ കുട്ടികൾ കടന്നുപോയി, വലിയ ആളുകളായി, ചിലർക്ക് അവരും മരിച്ചുപോയി, ഉന്നത സ്ഥാനീയരായി, ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്ന വൈവിധ്യമാർന്ന നന്മകൾ ചെയ്യുന്ന ആളുകളായിട്ട് ലോകത്തെ വിലസിച്ച് നിൽക്കുകയാണ്. അവരുടെ എല്ലാ നന്മകൾ ഒന്ന് കോർത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഞാൻ പറയും, നിങ്ങളെ പോകുന്നതിനും ഒരു പേപ്പർ കൊടുത്ത് നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഓർമ്മക്കുറിപ്പ്, ഞാൻ അറിയുന്ന LP സ്കൂൾ, അല്ലെ ഞാൻ അനുസ്മരിക്കുന്ന LP സ്കൂൾ എന്ന പേരിൽ, അല്ലെ ഞാൻ അറിയുന്ന സെന്റ് പോൾസ് സ്കൂൾ എന്ന പേരിൽ ഒരു പേജൊന്ന് എഴുതിച്ചാൽ തീർച്ചയായും ഓരോരുത്തരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് അവിടെ വരും. അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. PTA പ്രസിഡന്റ് വിനോദ് ബേബി അധ്യക്ഷനായിരുന്നു. നമ്മുടെ ഒരു കലണ്ടർ നോക്കുകയാണെങ്കിൽ BC AD എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതിനെ പ്രധാനമായിട്ടും ഒരു വ്യക്തിയെ ആശ്രയിച്ചത് തിരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രവും 2025 എന്ന് പറയുന്ന വർഷവുമായി ബന്ധപ്പെട്ട് പഴയ കാലഘട്ടം, പുതിയൊരു കാലഘട്ടം എന്ന് വിഭജിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. PTA എന്നുള്ള രീതിയിൽ ആദ്യം മുതലുള്ള ചർച്ചകൾ അതുപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. പല ചർച്ചകൾ കഴിഞ്ഞു, വികാരിച്ചനുമായിട്ട് ചർച്ച ചെയ്തു. ഏകദേശം ഭാവിയിൽ ഒരു 5 വർഷത്തിനുള്ളിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എല്ലാം നടക്കണമെന്നില്ല എങ്കിലും കുറച്ചുകൂടി ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് ഞങ്ങൾ ചെറിയ വിഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. വിഷൻ 2030 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളായ കൊച്ചുവർക്കി കാഞ്ഞിരക്കാട്ട്, ഡോക്ടർ ജോസഫ് തച്ചിൽ എന്നിവരെ പൊന്നാടയണിച്ച് ആദരിച്ചു. എനിക്കുള്ള ഫീലിംഗ്, ഞാൻ 76-75 വർഷം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വരുന്ന പോലെയായിരുന്നു. കൂടാതെ 75 വയസ്സ് കഴിഞ്ഞവരെയും ആദരിക്കുകയുണ്ടായി. ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ റീത്ത, മിനി ജി നായർ എന്നിവർ പ്രസംഗിച്ചു. ഇതുപോലുള്ള ഒരു സംഗമത്തിന് ഒരു ആശംസാ പ്രസംഗം പറയാൻ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി ഈ വിദ്യാലയത്തിലെ ഹെഡ്മിസ്ട്രസിനോടും ബിസ്നി ജോർജ് സ്വാഗതം ആശംസിച്ചു. പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമാണിത്. ഏറ്റവും സന്തോഷത്തിൻ്റെയും
എനിക്ക് തോന്നുന്നു ഓർമ്മകളുടെയും എല്ലാം ഒരു കൂട്ടായ്മയാണ്, സന്തോഷമാണ് ഇപ്പോൾ നടക്കുക. ഈ അവസരത്തിൽ OMV കുറിപ്പിൻ്റെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന വിദ്യാലയ തിരുമുറ്റത്തേക്ക് എത്തുവാൻ മോഹം. തുടർന്ന് ചർച്ചാ സമ്മേളനവും കരാക്കെ ഗാനമേളയും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.